Hi everyone. ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് 2% by 4%. പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലമാണ് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തോന്നും 2/4% ആണ്. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് തന്നിട്ടുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ 2%, 0.5%, 50%, 5%. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഈ 0.5%, അല്ലേ, അതായിരിക്കും നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന ആൻസർ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. 2/4. അപ്പോൾ നോർമലി ഒരു പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 2/100, അല്ലേ. 2% എന്ന് പറഞ്ഞാൽ 100ൽ 2. ഇവിടെ എത്രയാണ്? 4% എന്ന് പറയുമ്പോൾ 100ൽ 4. അപ്പോൾ നമ്മുടെ ഡിവിഷൻ വെച്ചിട്ട് ഇതാ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ 2/4 എന്ന് പറയുന്നത് ഹാഫായിട്ട് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഹാഫ്, ഇപ്പം നോർമൽ പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് 0.5% എന്ന് എഴുതാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പക്ഷെ തെറ്റാണ്. കാരണം ഹാഫ് എന്ന് പറയുന്നത് ഒരു ഡിവിഷനാണ്. നമുക്ക് ആൻസർ എല്ലാം പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? 2/2 × 100%, അല്ലേ. അപ്പോൾ ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 100%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. 200, ഇതിന് 50. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50%. ഇതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒരു ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100ൻ്റെ എത്ര പെർസെൻറ്റേജ്? മൾട്ടിപ്ലൈഡ് ബൈ 100%. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50% ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ സി ആണ്.